ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിൽ ഒപ്പം താമസിച്ചിരുന്ന ലോഡ്ജ് ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശിയും ലോഡ്ജിലെ ജീവനക്കാരനുമായിരുന്ന ജോബിൻ ജോർജാണ് അറസ്റ്റിലായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് വടകര ഒഞ്ചിയം സ്വദേശിനിയായ 38-കാരി അസ്മിനയാണ് ഗ്രീനിൻ ലോഡ്ജിലെ മുറിയിൽ ചൊവ്വാഴ്ച രാത്രിയിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജോബിൻ ജോർജിനെ വ്യാഴാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 മാസം മുൻപാണ് മാവേലിക്കരയിലെ ലോഡ്ജിൽ പാചകക്കാരിയായിരുന്ന അസ്മിനയും അവിടെ ജീവനക്കാരനായിരുന്ന ജോബിനും പരിചയത്തിലാകുന്നത്. തുടർന്ന് ഇവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഇരുവർക്കും മുൻപ് വിവാഹ ബന്ധങ്ങളുമുണ്ട്. ഒരുമിച്ച് താമസിക്കുന്നതിനിടെ ഇവർ തമ്മിൽ വഴക്കും തല്ലുമുണ്ടായിരുന്നു. ഇത് പതിവായതോടെ ഇരുവർക്കും ജോലി നഷ്ടപ്പെടുകയും പിരിയുകയും ചെയ്തു. പിന്നീട് 5 ദിവസം മുൻപാണ് ജോബിൻ ജോർജ് ആറ്റിങ്ങലിലെ ഗ്രീനിൻ ലോഡ്ജിൽ ജോലിക്ക് കയറിയത്. ഇതറിഞ്ഞ അസ്മിന ചൊവ്വാഴ്ച രാത്രി 8:30-ഓടെ ഇയാളെ അന്വേഷിച്ച് ലോഡ്ജിലെത്തി. രാത്രി 1:30-ഓടെ ജോബിൻ ജോർജ് മുറിയിലെത്തി അസ്മിനയുമായി ഒരുമിച്ചിരുന്നു മദ്യപിച്ചു. ഈ സമയത്ത് അസ്മിന തന്റെ നേരത്തെയുള്ള വിവാഹബന്ധത്തിലെ കുഞ്ഞിനെ കാണാൻ പോകുന്നതിനെ ചൊല്ലി വഴക്കുണ്ടായി. വഴക്കിനിടെ മദ്യക്കുപ്പി കൊണ്ട് ജോബിൻ ജോർജ് അസ്മിനയുടെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അടിയേറ്റ് ബോധം കെട്ട് വീണ അസ്മിനയുടെ കഴുത്തിൽ തുണി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ബുധനാഴ്ച പുലർച്ചെ 4:30-ഓടെ മുറി പൂട്ടി അസ്മിനയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കാണുന്നത്. ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട ജോബിൻ ജോർജ് കായംകുളത്തെത്തുകയും തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി മംഗലാപുരം ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറുകയും ചെയ്തു. റെയിൽവേ പോലീസിനും മറ്റു പോലീസ് സ്റ്റേഷനുകൾക്കും വിവരം കൈമാറിയ ശേഷം പോലീസ് സംഘം ഇയാളെ വാഹനത്തിൽ പിന്തുടർന്നു. കോഴിക്കോട്ടെത്തിയ പ്രതിയെ റെയിൽവേ പോലീസിന്റെയും കോഴിക്കോട് സിറ്റി സ്ക്വാഡിന്റെയും സഹായത്തോടെയാണ് കസ്റ്റഡിയിലെടുത്തത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം പ്രതി ഉപേക്ഷിച്ച വസ്തുക്കൾ കണ്ടെത്താൻ തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അസ്മിനയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനകൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി.